എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ 6ാമത്തെ ചാപ്റ്ററായ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ 6 പാർട്ട് വീഡിയോ നമ്മൾ നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 7ാമത്തെ പാർട്ട് വീഡിയോ ആയിട്ടാണ് സാർ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പേജ് നമ്പർ 122 വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ പേജ് നമ്പർ 122 കിടക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് നമ്മുടെ അനദർ മെഷർ എന്നുള്ള പോർഷനിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. 3 rectangles are to be cut along the diagonals to make triangles which are then rearranged to form a regular pentagon as shown below. അവർ പറഞ്ഞ താഴെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളുകൾ ഈ 1 2 3 ഈ 3 റെക്റ്റാങ്കിളുകൾ ഡയഗണലി കട്ട് ചെയ്യുന്നു. ഡയഗണലി കട്ട് ചെയ്ത് എന്തുണ്ടാക്കുന്നു? ടു മേക്ക് ട്രയാങ്കിൾ നിർമ്മിക്കുന്നു. വിച്ച് ആർ ദെൻ റീഅറേഞ്ച്ഡ്. അതിനെ റീഅറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു റെഗുലർ പെൻഡഗൺ നിർമ്മിക്കുന്നു. എന്ന് വെച്ചാൽ ഇവിടുന്ന് കട്ട് ചെയ്ത ഒരു റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്യുമ്പോൾ 2 ട്രയാങ്കിൾ ഇടത്തിൽ ഈ രണ്ട് ട്രയാങ്കിൾ അതുപോലെ ഈ റെക്റ്റാങ്കിളിനെയും ഇതിനെയും കട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നും കിട്ടും 2 ഇത്. അങ്ങനെ ടോട്ടൽ 2 4 6 ട്രയാങ്കിൾ. ഈ 6 എടുത്ത് റീഅറേഞ്ച് ചെയ്ത് വെച്ചാണ് ഈ ഒരു ഫിഗർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കട്ട് ചെയ്ത പീസുകളെ റീഅറേഞ്ച് ചെയ്ത് നിർമ്മിച്ച ഒരു റെഗുലർ പെൻഡഗണാണത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 റെക്റ്റാങ്കിൾസ് സെയിം ആണ്. ഈ റെക്റ്റാങ്കിൾ തന്നെയാണ് ഇത് വേറെയാണ്. ഇത് വലിയൊരു റെക്റ്റാങ്കിളായിട്ട് നോക്കുക. ഇത് രണ്ടും സെയിം അളവുള്ള റെക്റ്റാങ്കിൾസ് ആണ്. ഇതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒക്കെ സെയിം ആണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ വലിയ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്ത പീസാണിത്. ഇവിടുന്ന് എടുത്ത പീസാണ് ഇന്ന് വെച്ചേക്കുന്ന 2 അതുപോലെ ഇവിടുന്ന് കട്ട് ചെയ്ത 4 പീസിൽ നിന്ന് കിട്ടിയ ഓരോന്നുമാണ് ഈ 4 മൂലയ്ക്ക് വെച്ചേക്കുന്നത്. അപ്പോഴാണ് അത് റെഗുലർ പെൻഡഗൺ ആയത്. ഓക്കെ, റെഗുലർ പെൻഡഗൺ അവർ പറയുന്ന ദ സൈഡ്സ് ഓഫ് ദ പെൻഡഗൺ മസ്റ്റ് ബി 30. ഈ പെൻഡഗണിൻ്റെ സൈഡുകൾ എന്തായിരിക്കണം? 30 ആയിരിക്കണം. വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ. ഈ പെൻഡഗണിൻ്റെ സൈഡ് 30 ആണ്, അല്ലെ 30 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളുകളുടെ ലെങ്ത് എന്താണ്? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഈ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്തൊരു പെൻഡഗൺ ഉണ്ടാക്കി. ആ പെൻഡഗണിൻ്റെ സൈഡ്സ് എല്ലാം 30 റെഗുലർ പെൻഡഗൺ 30 ആയിരിക്കണം. 30 30 30 30. അപ്പോൾ താഴത്തെ സൈഡ് 30 അല്ലേടാ. താഴെ ടോട്ടൽ 30 വന്നാൽ പകുതി എത്ര വീതം വരും? 15 15 വീതം വരത്തില്ലേ? 15 15. ഇപ്പോൾ പേര് കൊടുത്താലേ ബി സി ഡി ഇ. ഇവിടെ ലെറ്റർ കൊടുക്കുകയാണ് എഫ്. ആവശ്യം വരും പറയാം. ഓക്കെ, റെഗുലർ പെൻഡഗൺ ആണ്. സൈഡുകളെല്ലാം 30 ആണ്. സൈഡ്സും എന്തും സെയിം ആയിരിക്കും. റെഗുലർ പെൻഡഗൺ എന്ന് പറയുമ്പോൾ സൈഡ്സും ആംഗിൾസും സെയിം ആയിരിക്കും. അപ്പോൾ മക്കളെ നോക്കേണ്ടത് ആംഗിൾ കണ്ടുപിടിക്കാം. പെൻഡഗണിൻ്റെ ആംഗിൾ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെൻഡഗൺ. സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് പെൻഡഗണിൻ്റെ ആംഗിൾ എന്തുവാ? n-2 × 180 ആണ്. ഈക്വൽ ടു എത്ര സൈഡ് ഉണ്ടോ? 5 അല്ലേ? 5 - 2 × 180 ഈക്വൽ ടു 3 × 180 എന്ന് വരും. 3 × 180 എന്ന് പറയുമ്പോൾ 540 540 എന്ന് വരും. ഇതാണ് ഒരു റെഗുലർ പെൻഡഗണിൻ്റെ സം ഓഫ് ദി ആംഗിൾ. റെഗുലർ പെൻഡഗൺ ആകുമ്പോൾ ഓരോ ആംഗിൾ എല്ലാ ആംഗിളും ഈക്വൽ അല്ലടാ. 5 ആംഗിളിൽ 5 ആംഗിളും 5 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ 540. അപ്പോൾ ഓരോ ആംഗിളും എത്ര വീതം വരും? 5 ആംഗിളില്ലേ? 540നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 5 × 1 5. 5 × 10 50 ബാക്കി 4 ഉണ്ട്. 5 × 8 40 108. അപ്പോൾ ഒരു ആംഗിൾ 108 ആണ്. ഇവിടുത്തെ ഒരു ആംഗിൾ 108. എല്ലാ വശത്തും വരുന്ന ആംഗിൾ എത്രയാണ്? എല്ലാ ആംഗിളും 108 ആണ്. എല്ലാ ആംഗിളും 108. അപ്പോൾ ഇവിടെ 108 എല്ലായിടവും 108 ആണ്. ഇത് ടോട്ടൽ 108 അല്ലേ? ടോട്ടൽ 108 ആണെങ്കിൽ എത്ര വീതം വരും? ഇവിടെയും ടോട്ടൽ 108 ആണ്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നത് ഈ 2 ലെങ്ത് സെയിം അല്ലേ? ഈ 2 ലെങ്ത് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഈ 2 ലെങ്ത് സെയിം ആണെങ്കിൽ ആ ടോപ്പിൽ നിന്ന് വരയ്ക്കുന്ന ആ ഒരു വര ഈ ഒരു ആംഗിളിനെ ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്യും. അപ്പം 108ൻ്റെ പകുതി വീതം വരും. 108ൻ്റെ പകുതി 54 54 എന്നുള്ള രീതിയിലാണ് ആംഗിൾ വരുന്നത്. അവിടെ 54 ഇവിടെ 54. ഇപ്പോൾ ടോട്ടൽ 108. ഒരു ആംഗിൾ എത്ര വരും? 54. അപ്പോൾ വരച്ച് എന്തിനാണെന്ന് പറയാൻ ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ സൈഡ്സും 30 ആണെന്ന് പറയുന്നുണ്ട്. റെഗുലർ പെൻഡഗണിൻ്റെ സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും. നിങ്ങളെ സൈഡ് 30 എന്ന് എഴുതി, ഇവിടെ 15 15 എന്ന് എഴുതി. ഓക്കെ, പിന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ പെൻഡഗണിൻ്റെ ഏതൊരു പോളിഗണിൻ്റെയും ഇന്നർ ആംഗിൾ കാണാൻ n-2 × 180 ആണ്. ഇവിടെ പെൻഡഗൺ ആയതുകൊണ്ട് 5 - 2 × 180 ആംഗിൾ കിട്ടി 540. ഓരോ ആംഗിളും ഈക്വൽ ആണ്. എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. കാരണം റെഗുലർ പെൻഡഗണാണ്. റെഗുലർ പെൻഡഗണിൻ്റെ പ്രത്യേകത സൈഡ്സും ആംഗിൾസും എല്ലാം ഈക്വൽ ആയിരിക്കും.
മക്കളെ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആംഗിൾ 108 ആണ്. 108 അങ്ങനെ 5 വട്ടം 108 വരുമ്പോഴാണ് 540 ആകുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം 108. അപ്പോൾ ഇവിടെ നമുക്ക് ഈ റെക്റ്റാങ്കിളുകളുടെ സൈഡ്സാണ് വേണ്ടത്, എന്ന് വെച്ചാൽ ലെങ്തും ബ്രെഡ്ത്തും ആണ് വേണ്ടത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം മക്കളെ, ഇത് ഈ അളവ് എവിടെ വന്നേക്കുന്നതെന്ന് നോക്കുക. ഈ ബ്രെഡ്ത്ത്, ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഈ ഭാഗത്താണ് വന്നേക്കുന്നത്. ഇതാണ് ആ പീസ്. അപ്പോൾ അത് 15 ഓൾറെഡി 15 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ആൻസർ 15 സെൻറ്റിമീറ്ററിന് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടി. ഇനി എന്ത് കണ്ടാൽ മതി? അവിടുത്തെ ലെങ്ത് കണ്ടാൽ മതി, ലെങ്ത്. ഓക്കെ, അത് നമുക്ക് കാണാം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ലെങ്ത് കിട്ടിയാൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് നോക്കുക, ഇവിടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്തോ ലെങ്തോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഈ റെക്റ്റാങ്കിൾ പീസ് ഇങ്ങനെ ചരിച്ചാണ് വെച്ചേക്കുന്നത്. ഈ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഈ ഒരു പീസാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഈ വെച്ചേക്കുന്നത്. ഈ പീസിനെ ചരിച്ചിങ്ങനെ നോക്കിയാൽ മതി. ഈ പീസാണ് ആ കട്ട് ചെയ്ത പീസിൽ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇങ്ങനെ ചരിച്ചുകൊണ്ടെന്ന് വെച്ചേക്കുന്നത്. ഈ 90 ഡിഗ്രി ചരിഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഒന്ന് ആലോചിച്ചാൽ മതി, സിമ്പിളായിട്ട് കിട്ടും. 90 ഡിഗ്രിയാണ് ഇത് ഇങ്ങനെ ചരിച്ച് അവിടെ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈഡ് കണ്ടുപിടിക്കാൻ ആംഗിൾ ഉണ്ട് 90. 90 എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ആണ് 30. 90ക്ക് ഓപ്പോസിറ്റ് വരുന്നല്ലേ ഹൈപ്പോട്ടനസ്. ആ ഒരു ചെറിയ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ AFB അല്ലെ ABF. കൺസിഡർ ട്രയാങ്കിൾ ABF. ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമെങ്കിൽ അവിടെ ഒരു ആംഗിളും ഉണ്ട്, 54 എന്ന് പറഞ്ഞൊരു ആംഗിളും ഉണ്ട്. എടാ ഇത് ഇവിടെ 90 ആണ്, ഇവിടെ 54 ആണ്. ഓക്കെ, അപ്പോൾ ഈ 54 എന്ന് പറയുന്ന ആംഗിൾ, ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് AF. ആ സൈഡ് ഇതിങ്ങനെ ചരിച്ചു കൊണ്ട് വെച്ചേക്കാണ്. അപ്പം ഇത് ബ്രെഡ്ത്ത്, ഇത് ലെങ്ത്, രണ്ടും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ചരിച്ച് വെച്ചേക്കുന്നതിൻ്റെ അതൊന്ന് 54ആയിട്ട് കണക്ട് ചെയ്യുക. ഓപ്പോസിറ്റ്, നമുക്ക് ഓപ്പോസിറ്റും വേണം അഡ്ജസൻറ്റും വേണം. ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. അറിയത്തില്ല, ഹൈപ്പോട്ടനസ് ഉണ്ട്. ആര് വെച്ച് ചെയ്യാം? സൈനിനെ കണക്ട് ചെയ്ത് നമുക്കിത് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും, ഓപ്പോസിറ്റ് സൈഡ്. എടാ കോസിനെ വെച്ച് ഇതേ ഈ 54ൻ്റെ അഡ്ജസൻ്റ് ആണ് BF അല്ലെങ്കിൽ FB. അപ്പം അവിടെ അഡ്ജസൻ്റ് ഇല്ല, ഹൈപ്പോട്ടനസ് ഉണ്ട്. അവിടെ ആരെ വെച്ച് ചെയ്യാം? അഡ്ജസൻ്റ് ഇല്ല, ഹൈപ്പോട്ടനസ് ഉണ്ടെങ്കിൽ കോസ് വെച്ച് ചെയ്യാം. അപ്പോൾ സൈൻ വെച്ച് ഈ ഒരു സൈഡും, സൈൻ റേഷ്യോ വെച്ച് ഈ സൈഡും, കോസിൻ്റെ റേഷ്യോ വെച്ച് ഈ സൈഡും നമുക്ക് കാണാം. ശ്രദ്ധിച്ചോണം, അതിനാണ് എടുത്തെഴുതിയിരിക്കുന്ന കൺസിഡർ ട്രയാങ്കിൾ ABF. ആ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്യുക. നോക്കുക മക്കളെ ശ്രദ്ധിച്ച്. സൈൻ എത്രയാണ്? സൈൻ 54 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഒന്നുമില്ലാണ്. ഓപ്പോസിറ്റ് ആരാ? AF അല്ലേ? AF ബൈ ഹൈപ്പോട്ടനസ് ആരാടാ? AB. അപ്പോൾ നോക്കുക, സൈൻ 54 ഈസ് ഈക്വൽ ടു AF കാണണം ബൈ ഇതാരാടാ? AB ആരാ? 30 അല്ലേ? അപ്പം AF കാണാൻ 30നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ AF ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 54. സൈൻ 54ൻ്റെ വാല്യൂ 0.8090. അപ്പം 30 ഇൻറ്റു 0.809 വരെ എടുത്താൽ മതി. അതെ, ഒരു 3 പോയിൻ്റ് നമ്മൾ പോയിൻ്റ് കഴിഞ്ഞൊരു 3 വാല്യൂ വരെ എടുത്ത്. അപ്പോൾ ഈ 30നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 809 കൊണ്ട്. ഇവിടെ 809നെ 108 ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് തുടങ്ങിയാണ്. അപ്പം നമുക്കിവിടെ എത്രയാണ്? 809നെ എത്ര കൊണ്ട്? 30 കൊണ്ട് ചെയ്യുന്നതിന് 3 കൊണ്ട് ചെയ്താൽ മതി. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 3 × 9 27 7 ശിഷ്ടൻ 2. അതെ, 3 × 0 0 പ്ലസ് 2 2 3 × 8 24. ഒരു 0 കൂടെ കൊടുത്താൽ മതി. 30 കൊണ്ടല്ലേ ഇൻറ്റു ചെയ്യുന്നത്. 30 കൊണ്ട് ചെയ്താൽ ഒരു 0 മാറ്റി നിർത്തിയിട്ട് നമ്മൾ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. എടാ ഇവിടെ 3 പോയിന്റ് മാറ്റിയല്ലായിരുന്ന ഡെസിമലൊന്ന് 3 പോയിന്റ് മാറ്റിയല്ലായിരുന്ന കുത്ത്. അപ്പം ഇൻറ്റു ചെയ്ത ആൻസറിൽ 3 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 24.27 സെൻറ്റിമീറ്റർ. അപ്പം നമ്മുടെ AF ഏഴ് സൈഡ് കിട്ടി. AF എന്ന് പറയുന്ന ആ ഒരു സൈഡ് കിട്ടി. ഓക്കെ, ഇത് ചരിച്ച് വെക്കുമ്പോൾ AF എന്ന് പറഞ്ഞ സൈഡായി. ഇനി നമുക്ക് എന്ത് കാണണം? BF എന്ന് പറഞ്ഞ സൈഡ് കാണണം. BF കാണാൻ അതേ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 54ആയിട്ട് കണക്ട് ചെയ്ത് സൈൻ റേഷ്യോ യൂസ് ചെയ്ത് ഓപ്പോസിറ്റുള്ള ആളെ കണ്ടുപിടിച്ച്, ഓപ്പോസിറ്റിനെ ഹൈപ്പോട്ടനസിനെ കണക്ട് ചെയ്ത് അത് കണ്ടുപിടിച്ച്. ഇനിയിപ്പം നമ്മളിൽ എന്ത് കിട്ടിയിട്ടുണ്ട്? ഓപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണേൽ നമുക്ക് ടാൻ ഉപയോഗിച്ചും വേണേൽ ചെയ്യാം. പക്ഷെ നമ്മളിത് ആദ്യം പറഞ്ഞല്ലോ കോസ് ഉപയോഗിച്ചു. കോസ് 54 ഈസ് ഈക്വൽ ടു
കോസ് ഈസ് ഈക്വൽ ടു എങ്ങനെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഒന്നല്ലടാ. കോസ് 54 ഈസ് ഈക്വൽ ടു അതിൻ്റെ അഡ്ജസൻറ്റ്. ആ ട്രയാങ്കിൾ തന്നെ കൺസിഡർ ചെയ്യുന്നത്, അതേ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. കോസ് 54 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് എന്ന് പറഞ്ഞാൽ BF ബൈ ഹൈപ്പോട്ടനസ് ആരാണ്, നേരത്തെ പോലെ തന്നെ ആരാണ് ഹൈപ്പോട്ടനസ് AB. അപ്പോൾ കോസ് 54 ഈസ് ഈക്വൽ ടു BF ബൈ 30. അപ്പോൾ BF കാണാൻ 30 ഇങ്ങോട്ട് വന്നാൽ 30 ഇൻറ്റു കോസ് 54. ഓക്കെ, നോക്കുക 30 ഇൻറ്റു കോസ് 54ൻ്റെ വാല്യൂ 0.5878 എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 0.58 വേണമെങ്കിൽ ഒരു വാല്യൂ, ഈ ഒരു ആദ്യത്തെ 3 വാല്യൂ നോക്കുക. ആ ഒരു ഐഡിയ നമ്മൾ പറഞ്ഞു തന്നില്ല. ആദ്യത്തെ 3 വാല്യൂ നോക്കിയിട്ട് അടുത്തത് 7 5-നെക്കാട്ടി വലിയ നമ്പർ ആണെങ്കിൽ ഇപ്പുറത്തുള്ള നമ്പർ 1 കൂട്ടാം. ആദ്യത്തെ 3 നോക്കുക, ഈ കിടക്കുന്ന നമ്പർ ആദ്യത്തെ 3 നോക്കിക്കഴിഞ്ഞാൽ അടുത്ത നമ്പർ അടുത്ത് വന്നേക്കുന്ന 7 ആണ്. 7 എന്ന് പറയുന്ന വാല്യൂ 5-നേക്കാൾ വലുതാണ്. അതുകൊണ്ട് തൊട്ട് പുറകിലുള്ള നമ്പർ 1 കൂട്ടാം. അപ്പോൾ 5 9 എന്ന് എഴുതി വേണമെങ്കിൽ ചെയ്യാം നമുക്ക് 0.59. അല്ല നിങ്ങൾ ആ 3 എടുത്ത് ചെയ്താലും കുഴപ്പമില്ല. ഇതെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു രീതി തന്നെ പറഞ്ഞാൽ ഇപ്പം 58 അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ പറ്റത്തുള്ളൂ എന്ന് തോന്നൽ വരും. അതുകൊണ്ടാണ് ഇങ്ങനെയും ചെയ്യും. ആദ്യത്തെ 3 വാല്യൂ എടുത്ത് എന്ത് ചെയ്യും, ആദ്യത്തെ 3 എടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന വാല്യൂ നോക്കും. അത് 5-നേക്കാൾ കൂടുതലാണെങ്കിൽ തൊട്ട് പുറകിലുള്ള നമ്പർ 1 കൂട്ടാം. ഓക്കെ, അപ്പോൾ 5 9. അപ്പോൾ ഇവിടെ 59 എത്ര ഉണ്ടാവും, 30 പകരം 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതൊരു 0 ഇട്ട് കൊടുത്താൽ മതി. 9 ഇൻറ്റു 3 27 7 ശിഷ്ടം 2. ഓക്കെ, 3 ഇൻറ്റു 5 15 16 17. ഒരു 0 കൊടുക്കുക. 30 കൊണ്ടല്ലേ ചെയ്യേണ്ടത്. 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 17.70 അല്ലെ 17.7 അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടി, BF കിട്ടി. BF 17.70 എന്നും കിട്ടി, AFും കിട്ടി. BF ആയി AF ആയി. ഓക്കെ, അപ്പോൾ 2 സൈഡുമായി. അപ്പം ആ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തുമായി ബ്രെഡ്ത്തുമായി. ചെറുതിൻ്റെ 2ഉം കിട്ടി, ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ വലുതിൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് നമുക്ക് ചെയ്യാം. മക്കളെ, അപ്പോൾ നമ്മുടെ ചെറിയ റെക്റ്റാങ്കിൾ ഇത് 2 സെയിം ആണ്. അതിൽ 2ൻ്റെയും ഒരെണ്ണത്തിൻ്റെ കിട്ടിയാൽ മതി, അത് തന്നെയാണ് ഇതിൻ്റെയും. അപ്പം ഇവരുടെ ഈ റെക്റ്റാങ്കിളുകളുടെ ലെങ്തും ബ്രെഡ്ത്തും കിട്ടിയിട്ടുണ്ട്. ഇനി വലുതിൻ്റെയാണ് കാണേണ്ടത്. ശ്രദ്ധിച്ചോണം, ഈ വലുതെന്നുള്ള പീസ് ഇവിടെ അല്ല ഇരിക്കുന്നത്. ഈ 15 ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അവിടുത്തെ ബ്രെഡ്ത്ത് ഓൾറെഡി കിട്ടി 15 സെൻറ്റിമീറ്ററാണ്. ബ്രെഡ്ത്ത് ഇവിടെ 15 15 കിട്ടി. ഇത് ഈ ഒരു ട്രയാങ്കിൾ ഇവിടെ ഒരു ലെറ്റർ ഇല്ലാത്തത് ABCDEFG കൊടുക്കാം. ACG കൺസിഡർ ട്രയാങ്കിൾ ACG. എടാ, ആ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു ആംഗിൾ അറിയാമെങ്കിൽ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസൻ്റ് ഉണ്ട്, അഡ്ജസൻ്റ് 15 ഓപ്പോസിറ്റ് അഡ്ജസൻ്റ് വെച്ച് കണക്ട് ചെയ്യാം. പക്ഷെ അവിടുത്തെ ആംഗിൾ അറിയാൻ ഈ ടോട്ടൽ ആംഗിൾ നമുക്കറിയാം. കാരണം എല്ലാ ആംഗിളും 108. അപ്പോൾ ഇവിടെയും ടോട്ടൽ 108 വരും. അപ്പം ഈ ഒരു ആംഗിൾ അറിഞ്ഞാൽ, ഈ ഭാഗത്തുള്ള ആംഗിൾ അറിഞ്ഞാൽ നമുക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതറിയാൻ സിമ്പിളാണ്. ഇത് 90 ഡിഗ്രിയാണ്, 90. ഇത് 54 ആണ്. 90 54. അപ്പോൾ തന്നെ 144 144. അപ്പോൾ ഇവിടെ എത്ര വരും, 90 54. 90 54 144. 180 നിന്ന് 144 കുറച്ചാൽ ഇവിടെ കിട്ടും, ബാക്കി 36 എന്ന് കിട്ടും. ഓക്കെ, 36 കിട്ടുന്നത്. ഓക്കെ, അപ്പം അതായി 36 എടാ, ടോട്ടൽ 108 അല്ലേ. 108 ടോട്ടൽ 108 അത്. ഇത് 36 ആണെങ്കിൽ ഇത് എത്ര, 108 നിന്ന് 36 കുറച്ചാൽ ബാക്കിയുള്ളത് ഈ ആംഗിൾ കിട്ടത്തില്ലേ. 36 പോയാൽ 108 മൈനസ് 36 6 നിന്ന് 8 നിന്ന് 6 പോയാൽ 2, 10 നിന്ന് 3 പോയാൽ 7, 72 എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എത്ര, 72. ആ ആംഗിളിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. 72 ആംഗിൾ. അപ്പോൾ 72 ആംഗിൾ. ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡ് കാണണം, അഡ്ജസൻ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് കാണണം, അഡ്ജസൻ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് അറിയത്തില്ല, അഡ്ജസൻ്റ് ഉണ്ട്. ആരെ വെച്ച് ചെയ്യാം, ആ കോഡ് സോക്കാറ്റോ, ആ കോഡിൽ ടാൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടാൻ, ആ ട്രയാങ്കിളിലൂടെ നോക്കി ടാൻ 72 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ, CG ബൈ അഡ്ജസൻ്റ് ആരാ, AG. ഓക്കെ, അപ്പോൾ നോക്കുക, ടാൻ 72 ഈക്വൽ ടു CGയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് വേണ്ടത്, ബൈ ആരാണ്, അഡ്ജസൻ്റ് 15 ആണ്. അപ്പോൾ CG എന്ന് പറഞ്ഞാൽ വാല്യൂ കാണാൻ
15 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 15 ഇൻറ്റു ടാൻ 72 എന്ന് വരും. 15 ഇൻറ്റു ടാൻ 72. ഇത് നോക്കുക, ടാൻ 72ൻ്റെ വാല്യൂ നോക്കുക, 3.077 അങ്ങനെ പോകുന്ന. അപ്പോൾ ആദ്യത്തെ 3 വാല്യൂ നോക്കുക. ആദ്യത്തെ 3 വാല്യൂ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന ആൾ 5നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ 1 കൂട്ടാം. അപ്പോൾ 7 1 കൂട്ടിയാൽ 8. അപ്പോൾ 15 ഇൻറ്റു 3.08 എന്ന് വരും. അപ്പം 308-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 308-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, 308-നെ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 8 ഇൻറ്റു 5 40, 0 ശിഷ്ടം 4, 5 ഇൻറ്റു 0 0 പ്ലസ് 4 4, 5 ഇൻറ്റു 3 15. 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അത് തന്നെ ആൻസർ വരും. 308 എന്ന് തന്നെ ആൻസർ വരും. 0 8 4 12 2 ശിഷ്ടം 1 5 1 6 3 1 4 46.20. 2 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ അതാണ് 46.20 അത്രയും, അല്ലെങ്കിൽ 46.2 അത്രയും സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദ റെക്ടാങ്കിൾസ് എന്നായിരുന്നു. അപ്പം റെക്ടാങ്കിൾസിൻ്റെ സൈഡുകളുടെ ലെങ്ത്, അപ്പം ചെറിയ റെക്ടാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്ത് അത് എഴുതാൻ വേണമെങ്കിൽ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ഏതാ ലാർജ് റെക്ടാങ്കിൾ വലിയ റെക്ടാങ്കിളിൻ്റെ സൈഡുകളുടെ ലെങ്ത് ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ലാർജ് റെക്ടാങ്കിൾ ഏതാ 46.20 സെൻറ്റിമീറ്റർ ആൻഡ് അതാണ് ലെങ്ത്. ബ്രെഡ്ത്ത് 15 സെൻറ്റിമീറ്റർ. അടുത്തത് ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് സ്മോൾ റെക്ടാങ്കിൾസ്. രണ്ടെണ്ണമുള്ള റെക്ടാങ്കിൾസ് എന്ന് എഴുതുന്നു. റെക്ടാങ്കിൾസ് രണ്ടും സെയിം ആണ്. അവിടെ ഒറ്ററിനുള്ളത് റെക്ടാങ്കിൾ എന്ന് എഴുതിയ ചെറു റെക്ടാങ്കിളിൻ്റെ ലെങ്തുകൾ പറയാൻ പോവുകയാണ്. ചെറുതിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ലെങ്ത് 24.27 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 17.70 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസറായി. ഓക്കെ, ചെയ്ത എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് എഴുതുന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു പ്രോബ്ലമാണ്. ചോദിക്കാൻ പറ്റിയ ടൈപ്പൊക്കെ അത്യാവശ്യം ഇച്ചിരി ലെവൽ വരുന്നൊരു പ്രോബ്ലമാണ്. നല്ലോണം ചെയ്ത് പഠിച്ചാൽ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത, ഇത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ സൈനും കോസും ടാനും 3 യൂസ് ചെയ്യാൻ ഒന്നിച്ച് പഠിക്കും. ഈ ഒരു ഒറ്റ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ എല്ലാ പ്രോബ്ലവും വലിച്ചു വാരി ഒരു എക്സാം ഒക്കെ എടുക്കുമ്പോൾ എല്ലാം എടുത്ത് വലിച്ചു വാരി ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്താൽ മതി. സിമ്പിളാണ്. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എങ്ങനെയാണ് സൈൻ എങ്ങനെ യൂസ് ചെയ്യണം, കോസ് റേഷ്യോ എങ്ങനെ, ടാൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള പക്ക ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 122 4ാമത്തെ ചോദ്യമാണ്. ആ 4 നമ്പറുള്ള ചോദ്യം. ദ പെർപെൻഡിക്കുലേഴ്സ് ഇൻ ദ പിക്ചർ ബിലോ ആർ ഡ്രോൺ 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. ഈ താഴത്തെ പിക്ചറിൽ കാണുന്ന ഈ പെർപെൻഡിക്കുലർ വരകൾ, ഈ പെർപെൻഡിക്കുലർ ലൈൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ അകത്തിയാണ് വരച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വര കഴിഞ്ഞ് അടുത്ത വര, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ ആണ്. 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്ത ഗ്യാപ്പ് 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് ഓരോന്നും തമ്മിലുള്ളത്. ഇത് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ദർ ഹൈറ്റ്സ് ആർ ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഈ ഹൈറ്റുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് തെളിയിക്കണം. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? എങ്കിൽ കോമൺ ഡിഫറൻസ് എത്ര? ഓക്കെ, അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് തെളിയിക്കാൻ ആദ്യം ഹൈറ്റുകൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാലല്ലേ അത് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മളൊരു ലെറ്റർ കൊടുക്കുകയാണ് എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി, ഇവിടെ ഇ. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 1 ആണ്. അത് ഓർത്ത് വെച്ചോണം, 1 ആണ് ഈ ഗ്യാപ്പ്, ഈ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ്. അപ്പോൾ എ ബി സി ഡി ഇ. ഇത് ഇവിടെ വേറെ ലെറ്റർ കൊടുക്കണം, പി ക്യു ആർ എസ്. ലെറ്റർ മാറ്റി കൊടുത്തതേ ഉള്ളൂ. ഇത് അപ്പോൾ ബി പി ഹൈറ്റുകൾ എന്ന് വായിക്കാം. ബി പി, സി ക്യു, ഡി ആർ, ഇ എസ്. ഇതാണ് ഹൈറ്റ്. ഈ ഹൈറ്റുകൾ അരിത്തമെറ്റിക് സീക്വൻസിലാണ് തെളിയിക്കാനാണ്. അപ്പം 4 ഹൈറ്റ് ഉണ്ട്. അതിൽ 3 എണ്ണം കണ്ടാൽ മതി. കാരണം ഇപ്പോൾ നമ്മളൊരു സീക്വൻസ് നമ്മൾ പഠിച്ചപ്പോൾ അറിയാം, മിനിമം ഒരു 3 ടേം ഉണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് ആണോ അല്ലേന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 3 5 7 ഇതൊരു സീക്വൻസ് ആണോ? സീക്വൻസ് ആണെന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ഇവിടെ ഉള്ള ഗ്യാപ്പ് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ, അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുമ്പോൾ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഇവിടുത്തെ ഗ്യാപ്പ് 2 ആണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 2 ആണ്. 7 - 5 അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്യാപ്പും 2 ആണ്. അപ്പോൾ അവിടുത്തെ ഗ്യാപ്പുകൾ സെയിം ആണ്. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, ഇതിനെയാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് സെയിം ആണ്. അപ്പം
അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പോൾ മിനിമം ഒരു 3 ടേം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പറയാൻ പറ്റും. പിന്നെ 4 വേണേൽ കാണണ്ടെന്നല്ല. പക്ഷേ ഈ 3 കണ്ടുപിടിച്ചിട്ട് ആ 3 ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ആ 3 തമ്മിൽ സീക്വൻസിലാണ് എന്ന് തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പ് സെയിം ആണെന്ന് തെളിയിച്ചാലും മതി. ഇത് കാണണമെന്ന് നിർബന്ധമില്ല, വേണേൽ കാണാം, നമുക്ക് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കുക, ഇവിടെ ഈ ഹൈറ്റ് കാണാൻ, ഈ ഹൈറ്റിനെ വേണേൽ നമുക്ക് ഹൈറ്റ്, ഒന്നാമത്തെ ഹൈറ്റ് h1, രണ്ടാമത്തെ ഹൈറ്റിനെ വേണേൽ നമുക്ക് എന്ത് വിളിക്കാം? ഈ ഹൈറ്റ് h1, h2, h3, h4 അങ്ങനെ നമുക്ക് വിളിച്ചു പോകാം. h1 ഒന്നാമത്തെ ഹൈറ്റ് h1, h2, h3, h4. ഓക്കെ. അപ്പോൾ ഈ ഹൈറ്റുകൾ അടുത്ത ഒരു സീക്വൻസിലാണെന്ന് തെളിയിക്കാനല്ലേ? ഹൈറ്റ് കണ്ടാലല്ലേ പറ്റത്തുള്ളൂ. ഹൈറ്റ് കാണാൻ നമുക്ക് ആദ്യം ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ABP എന്ന് പറയുന്ന ട്രയാങ്കിൾ, അല്ലെങ്കിൽ കൺസിഡർ ട്രയാങ്കിൾ ABP. ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടുത്തെ ആംഗിൾ 40 ആണ്. 40 ഈ ആംഗിളുമായിട്ട് കണക്ട് ചെയ്ത് 40 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റാണിത്. ഓപ്പോസിറ്റ് സൈഡ് കാണണം. ഈ ഇവിടുത്തെ ലെങ്ത് എല്ലാം 1 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാം. ഈ ലെങ്ത് നമുക്ക് അറിയത്തില്ല, ഇതെല്ലാം ഒന്നാണ്, ഇത് അറിയത്തില്ല. അറിയാത്തൊരു ലെങ്താണ് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക, എക്സ്. അപ്പോൾ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് അല്ലടാ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. ഓപ്പോസിറ്റ് ആരാ? BP. BP എന്ന് പറഞ്ഞാൽ h1 ആണ്, ബൈ ഹൈറ്റ് 1 ബൈ AB. ഓപ്പോസിറ്റ് ബൈ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്, ഹൈപ്പോട്ടൻസ് അല്ല, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ്. അപ്പോൾ ഓപ്പോസിറ്റ് tan 40, ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാ? BP ആണ്, അത് h1 ആണ്, ബൈ അഡ്ജസൻ്റ് AB അല്ലെങ്കിൽ x ആണ്. ഇവിടുന്ന് ഹൈറ്റ് h1 കാണാൻ ഈ x ഇങ്ങോട്ട് വന്നാൽ h1 ഈസ് ഈക്വൽ ടു x ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഡിവൈഡഡ് ബൈ x ആണ്, ഇവിടെ വരുമ്പോൾ ഇൻറ്റു ആവും. x ഇൻറ്റു tan 40 എന്ന് വരും, x tan 40 എന്ന് വരും. ഇതാണ് നമ്മുടെ h1, ഫസ്റ്റ് ഹൈറ്റ് കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ ABP കൺസിഡർ ചെയ്ത് ഫസ്റ്റ് ഹൈറ്റ് കണ്ടുപിടിച്ച്. അടുത്ത കൺസിഡർ ട്രയാങ്കിൾ ഇവിടെ ABP ആണ് ആദ്യം എടുത്തത്. അടുത്തത് ACQ, അതെടുത്താലാണ് h2 എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് കിട്ടുന്നത്. ACQ ഇത് ഇങ്ങനെ എടുക്കുക, ACQ, ആ ഒരു രീതിയിൽ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ അവിടെ കൺസിഡർ ട്രയാങ്കിൾ ACQ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം അവിടുത്തെ tan 40 എന്ന് പറയുന്നത് tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാണ്? h2 ബൈ ഇവിടുത്തെ അഡ്ജസൻ്റ് ആരാണ്? അഡ്ജസൻ്റ് ഇവിടം തൊട്ട് തൊട്ട് ഈ C വരെയുണ്ട്, h2 ബൈ AC ആണ്. അപ്പോൾ ഈ AC ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. AC എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ കൂടെ ഈ BCയുടെ ലെങ്തായ 1 കൂടെ വരും, x+1 ആണ് കേട്ടോ. അപ്പോൾ tan 40 ഈസ് ഈക്വൽ ടു h2 ബൈ x+1. ഈ x+1, ഈ x ഇങ്ങോട്ട് വന്നപ്പം ഡിവൈഡ് ഇവിടെ വന്നപ്പോൾ ഇൻറ്റു ആയില്ല, അതുപോലെ ഈ x+1നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ h2 ഈസ് ഈക്വൽ ടു x+1 ഇൻറ്റു tan 40 എന്ന് കിട്ടും, x+1 ഇൻറ്റു tan 40. ഈ tan 40 അകത്തോട്ട് കൊടുത്താൽ tan 40 രണ്ടുപേർക്കും കൊടുക്കുക. ആദ്യം tan 40 എക്സിന് x tan 40 പ്ലസ് 1 ഇൻറ്റു tan 40 ഇത് ഇവിടോട്ട് കൊടുത്താൽ 1 ഇൻറ്റു tan 40 ആണ്. ഇതാണ് h2. h1 കിട്ടി, h2 കിട്ടി. അടുത്ത h3, മൂന്നാമത്തെ ഹൈറ്റ് കാണാൻ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാണ്? ADR, ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ ADR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പം അപ്പോഴും tan 40 ആണ്, ആംഗിൾ ആ 40 തന്നെയാണ്. tan 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ആരാണ്? ഓപ്പോസിറ്റ് h3 ബൈ അഡ്ജസൻ്റ് ആരാ? അഡ്ജസൻ്റ് ഇത്രയുണ്ട്, AD വരുന്നുണ്ട്. അപ്പോൾ x+1+1, x ഉണ്ട്, ഇവിടം വരെ വരും, ഇവിടം വരെ. അപ്പം ഇവിടം വരെ x 1 1+1 2, അപ്പം x+2. ഇപ്പോൾ h3 കാണാൻ h3 ഈസ് ഈക്വൽ ടു x+2 ഇങ്ങോട്ട് വന്നാൽ x+2 ഇൻറ്റു tan 40. tan 40 അകത്തേക്ക് കൊടുത്താൽ x ഇൻറ്റു tan 40, x tan 40 പ്ലസ് tan 40 ഇൻറ്റു 2, tan 40 ഇൻറ്റു 2 ആണ് 2 tan 40. ഇതാണ് h3 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ h3 കിട്ടി, ഹൈറ്റ്, മൂന്നാമത്തെ ഹൈറ്റും കിട്ടി. ഓക്കെ. അപ്പോൾ h1 ആയി, h2 ആയി, h3 ആയി, 3 ഹൈറ്റായി. ഇവിടെ 3 ഹൈറ്റ്, ഈ 3 ഹൈറ്റ് ഞാൻ എഴുതാൻ പോകണം. h1, h2, h3. ഇത് 3 എഴുതിയിട്ട് ഒരു സീക്വൻസിലാണെങ്കിൽ ടേമുകളായിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം.
ഒന്നാമത്തെ ആരാ എക്സ് ടാൻ 40. അടുത്ത H2 എന്ന് പറയുന്നത് എക്സ് ടാൻ 40 പ്ലസ് ടാൻ 40. അടുത്തത് എക്സ് ടാൻ 40 പ്ലസ് 2 ടാൻ 40. ഓക്കെ. എടാ ഇവിടെ ഇത് 3 ടൈമായിട്ട് ആലോചിച്ചാൽ, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈമായിട്ട് ആലോചിച്ചാൽ കോമൺ ഡിഫറൻസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ച് നോക്കാം. ഡിഫറൻസ് കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കും. ഇതാണ് സെക്കൻഡ് ടൈമായ എക്സ് ടാൻ 40 പ്ലസ് ടാൻ 40യിൽ നിന്നും നമ്മുടെ എക്സ് ടാൻ 40 കുറച്ചാൽ സെക്കൻഡ് ടൈം ഇത് X2 ആയിട്ട് ആലോചിക്കുക. ഇത് X1. സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈമിൽ നിന്നും ഇതിൽ നിന്നും ഫസ്റ്റ് കുറച്ച്, അങ്ങനല്ലേ നമ്മൾ കുറച്ച് നോക്കുന്നത്. ഇപ്പം 3, 5, 7, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2, 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോഴും 2. അപ്പോൾ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ എക്സ് ടാൻ 40 പ്ലസ് എക്സ് ടാൻ 40 ഉണ്ട്, മൈനസ് എക്സ് ടാൻ 40 ഉണ്ട്. രണ്ടുകൂടെ ക്യാൻസലായി ആൻസർ ടാൻ 40. ഓക്കെ. ഇനി കോമൺ ഡിഫറൻസ് കാണാൻ ഇത് തമ്മിൽ എന്ത് ചെയ്ത് നോക്കും, കുറച്ച് നോക്കുക. കോമൺ ഡിഫറൻസ് കണ്ട് നോക്കും. തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഇത്രയുണ്ട്, എക്സ് ടാൻ 40 പ്ലസ് 2 ടാൻ 40 മൈനസ് അതിൽ നിന്ന് ഈ സെക്കൻഡ് ടൈം കുറയ്ക്കുമ്പോൾ മൈനസ് കഴിഞ്ഞ് 2 ടൈമുണ്ട്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഒരു ടൈമേ ഉള്ളായിരുന്നു, ബ്രാക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈനസ് ആ ഒരൊറ്റ ടൈമിനല്ലേ ഉള്ളൂ. ഇവിടെ എക്സ് ടാൻ 40 പ്ലസ് ടാൻ 40 അതാണ് സെക്കൻഡ് ടൈം. അപ്പോൾ എക്സ് ടാൻ 40 പ്ലസ് 2 ടാൻ 40 മൈനസ് അകത്തേക്ക് കൊടുത്താൽ മൈനസ് എക്സ് ടാൻ 40 മൈനസ് ടാൻ 40 എന്ന് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ പ്ലസ് എക്സ് ടാൻ 40യും മൈനസ് എക്സ് ടാൻ 40യും ക്യാൻസലായി 2 ടാൻ 40 മൈനസ് ടാൻ 40. ഇവിടെ 2 ടാൻ 40യിൽ നിന്നും 1 ടാൻ 40 പോയാൽ ആൻസർ 1 ടാൻ 40 അല്ലേ. 2 ടാൻ 40 മൈനസ് 1 ടാൻ 40. 2 ടാൻ 40 നിന്നും 1 ടാൻ 40 പോലെ ആൻസർ ടാൻ 40. കോമൺ ഡിഫറൻസ് സെയിം ആണ്. അതുകൊണ്ട് ഹൈറ്റുകൾ എന്താണ്, അരിത്മെറ്റിക് സീക്വൻസിലാണ് എഴുതാം. ഏറ്റവും അവസാനം നമുക്ക് എഴുതാം കോമൺ ഡിഫറൻസുകൾ എന്താണ്, ഡിഫറൻസുകൾ സെയിം ആണ്. Therefore ഹൈറ്റ്സ് H1, H2 ആൻഡ് H3 ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടിടത്തുനിന്നും നമ്മൾ കണ്ടുപിടിച്ച് കോമൺ ഡിഫറൻസ് എത്രയാണ്? 40 ആണ്. ഓക്കെ. ഏറ്റവും അവസാനം എഴുതാം ഇതെന്താണ്, കോമൺ ഡിഫറൻസ് ആർ സെയിം. ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടി. Therefore ഹൈറ്റ്സ് ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ഹൈറ്റുകൾ അരിത്മെറ്റിക് സീക്വൻസിലാണ്. ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഈസ് എന്നും പറഞ്ഞ് എഴുതാൻ ഈസ് ടാൻ 40. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഇവിടെ മക്കളെ പേജ് നമ്പർ 122 ലാസ്റ്റ് ചോദ്യം നമ്മുടെ അനദർ മെഷർ എന്ന് പറയുന്ന സെക്ഷനിലെ അവസാനത്തെ പ്രോബ്ലമാണ്. ഇത് നോക്കുക. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ റെഗുലർ പെൻഡഗൺ ഓഫ് സൈഡ്സ് 10 സെൻറ്റിമീറ്റർ. എടാ സൈഡ് 10 സെൻറ്റിമീറ്റർ വരുന്ന ഒരു റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈഡുകളും ആംഗിളുകളും എല്ലാം ഈക്വൽ വരുന്ന പെൻഡഗണാണ് റെഗുലർ പെൻഡഗൺ. അപ്പോൾ സൈഡ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ സൈഡ് 10 എന്ന് പറയുമ്പോൾ ഒരു പെൻഡഗൺ വരച്ചിട്ടുണ്ട്, 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 10 സെൻറ്റിമീറ്റർ. എല്ലാ സൈഡും എത്ര സെൻറ്റിമീറ്ററാണ്? 10 സെൻറ്റിമീറ്ററാണ്. നമ്മൾ റെഗുലർ പെൻഡഗൺ സൈഡ്സ് എല്ലാം ഈക്വലാണ്. എടാ ആംഗിൾസും ഈക്വലാണ്. നമ്മൾ ഇവിടെ തന്നെ ഈ പേജ് നമ്പർ 122 തന്നെ വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വെച്ചാൽ ഇതിപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതേ വീഡിയോയിൽ തന്നെ നമ്മൾ ആദ്യം പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ റെഗുലർ പെൻഡഗണിൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. ടോട്ടൽ ആംഗിൾ എന്താണ്, ഇൻറ്റേർണൽ ആംഗിൾസിൻ്റെ സമ്മ്, ടോട്ടൽ ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ്, അകത്ത് വരുന്ന എല്ലാ ആംഗിളിൻ്റെയും സമ്മ് 540 ആണ്. ഒരു ആംഗിൾ 108 ആണെന്ന് നമ്മൾ പറയുന്നത്. ഒരു ആംഗിൾ 108. അപ്പോൾ ഇവിടെ എല്ലാം 108 ആണ്. ഓക്കെ. ഇവിടെ എല്ലാം 108 ആണ്. ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് ഇതിൻ്റെ ഏരിയ കാണാനാണ്. ഇതിൻ്റെ ഏരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, 1, 2, 3, 4, 5 ട്രയാങ്കിളുണ്ട്. എല്ലാം സെയിം ഏരിയ വരുന്ന ട്രയാങ്കിളാണ്. ഇതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടിട്ട്, ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട് 5 കൊണ്ട് ഗുണിക്കും. കാരണം 5 എണ്ണം ഇല്ല ഇത്. ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. ആ ഐഡിയ വെച്ചാണ് ചെയ്യുന്നത്. ഒരു ട്രയാങ്കിൾ ഇത് ABC എന്ന് പേര് കൊടുത്താൽ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടാൽ മതി. ഏരിയ കാണുന്ന ഇക്വേഷൻ എന്തുവാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. അത് കാണാൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടുത്തെ ബേസ് അറിയാം. ഹാഫ് ഇൻറ്റു
ബേസ് അറിയാം, ബേസ് 10. ഹൈറ്റ് നമുക്കറിയത്തില്ല. ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്തേ ടോപ്പിൽ നിന്ന് താഴേക്ക് ഒരു വര വരയ്ക്കുക. ഇവിടെ ഈ വരയ്ക്കുന്ന വര ഈ ബേസിനെ 2ആയി ഡിവൈഡ് ചെയ്യും. ഇത് 10. ടോട്ടൽ ബേസ് 10 കിട്ടിയിട്ടുണ്ട്. ബേസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് ഏരിയ ആണ് കാണേണ്ടത്. അതിന് നമ്മുടെ കയ്യിൽ ബേസ് ഉണ്ട്. ഹൈറ്റ് കാണാൻ പോകുന്ന ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതേ ഹൈറ്റ് കാണാൻ ടോട്ടൽ 10. അപ്പോൾ ഇത് 5 ആയിട്ട് ഡിവൈഡ് ആകത്തില്ല. 5 എന്ന് കൊടുത്തത് ABC വേണമെങ്കിൽ ഇത് ഇവിടെ നമുക്ക് D എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഹൈറ്റ് കാണാൻ ബേസ് 10 എന്നുണ്ട്. ഹൈറ്റ് കാണാൻ പോവാണ്. ഹൈറ്റ് കാണാൻ ഇവിടുത്തെ ആംഗിൾ അറിയണം. ഇവിടെ ഇത്രയും ടോട്ടൽ 108 അല്ലേ. അപ്പോൾ അതിൻ്റെ പകുതിയല്ലേ ഈ വരുന്നത്. ടോട്ടൽ 108. ഇതിൻ്റെ പകുതി എത്ര? 108ൻ്റെ പകുതി 54 വരുന്നത്. 54 യൂസ് ചെയ്ത് 54 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കാണണം. അഡ്ജസൻ്റ് ഉണ്ട്. ഓപ്പോസിറ്റ് കാണണം. ഓപ്പോസിറ്റ് അറിയത്തില്ല. അഡ്ജസൻ്റ് ഉണ്ട്. ആരോ ചെയ്യാം. ടാൻ യൂസ് ചെയ്യാം. ടാൻ 54 = ഓപ്പോസിറ്റ് BD ബൈ അഡ്ജസൻ്റ് ആരാടാ? AD ആണ്. AD എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ BD കാണാൻ BD = 5 ഇൻറ്റു 5 ഇങ്ങോട്ട് വന്നാൽ 5 ഇൻറ്റു ടാൻ 54 = 5 ഇൻറ്റു ടാൻ 54ൻ്റെ വാല്യൂ ഇത് 1.3764. ഇതാണ് എന്തിൻ്റെ വാല്യൂ? BD എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്. ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കിട്ടിയാൽ അവിടുന്ന് ഏരിയ കണ്ടുപിടിക്കാം. ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഇതിൻ്റെ അകത്ത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത്, ABC എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 10 ഓൾറെഡി ഉണ്ടായിരുന്നു. ബേസ് 10 ഇൻറ്റു ഹൈറ്റ് ഇപ്പോൾ കിട്ടി. ഹൈറ്റ് ഇപ്പോൾ കിട്ടിയ ഹൈറ്റ് 5 ഇൻറ്റു 1.3764. ഇതാണ് നമ്മുടെ നമ്മുടെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് എന്തിൻ്റെ ഏരിയ? ട്രയാങ്കിൾ ABCയുടെ ഏരിയ. നമ്മൾ ഏരിയ ഓഫ് റെഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗൺ ഇതൊരു ട്രയാങ്കിൾ അല്ലേ. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കണ്ടാൽ മതി. അപ്പോൾ 5 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്ര? ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5 ഇൻറ്റു 1.3764. ഓക്കെ. ഇവിടെ താഴെ 2 ഉണ്ട്. ഈ 2ഉം ആരോടെ കട്ട് ചെയ്യാം? ഇതിനെ ഇവിടെ കട്ട് ചെയ്യും. ഈ 2നെയും ഈ 10നെയും ഇവിടെ കട്ട് ചെയ്താൽ ആൻസർ എത്ര വരും? 5 എന്ന് വരും. അപ്പം ഫൈനൽ ആൻസർ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 1.3764. 5 ഇൻറ്റു 5 ഇൻറ്റു 5 125. 125 ഇൻറ്റു 1.3764. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് മാറ്റിയാൽ 13,764. അതിനെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യുക? 125 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4 പോയിൻ്റ് മാറ്റി കുത്തിട്ടാൽ മതി. അപ്പോൾ ആൻസർ ആവും. ഓക്കെ. അപ്പം 5 ഇൻറ്റു 4. 5 ഇൻറ്റു 4 20 0. ശിഷ്ടം 2. 5 ഇൻറ്റു 6 30. 32 32 2. ശിഷ്ടം 3. 5 ഇൻറ്റു 7 35 3 38 8. ശിഷ്ടം 3. 5 ഇൻറ്റു 3 15 3 18 8. ശിഷ്ടം 1. 5 ഇൻറ്റു 1 5 1 6. അടുത്തത് 2 ഇൻറ്റു 4 8. 2 ഇൻറ്റു 6 12 2. ശിഷ്ടം 1. 2 ഇൻറ്റു 7 14 14 1 15 5. ശിഷ്ടം 1. 2 ഇൻറ്റു 3 6 6 1 7. 2 ഇൻറ്റു 1 2. ഇനി 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് തന്നെയല്ലേ ആൻസർ വരുന്നത്? 1 ഇൻറ്റു 4 4. 1 ഇൻറ്റു 6 6 7 3 1 0. 8 2 10 0. ശിഷ്ടം 1. 4 2 6. 4 2 6 6 1 7. 7 8 15 5. ശിഷ്ടം 1. 6 5 11 11 1 12 8 20 20 0. ശിഷ്ടം 2. 7 7 14 14 6 20 20 2 22 2. ശിഷ്ടം 2. 3 2 6
സോറി 3 2 5, 5 2 7, 1 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 4 പോയിന്റ് മാറ്റി കുത്തിട്ടാൽ 4 പോയിന്റ് അല്ലേ 4 പോയിന്റ് ഇപ്പുറത്തേക്ക് മാറ്റി 4 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ 172.05 മതി. അപ്പം ഏരിയ ആണ്. ഏരിയ ആകുമ്പോൾ ക്വസ്റ്റ്യൻ സെൻറ്റിമീറ്ററിലായതുകൊണ്ട് ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ 172.05 സെൻറ്റിമീറ്റർ സ്ക്വയർ ചെയ്തത് നോക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതേപോലെ എത്ര എണ്ണം ഉണ്ട്, ടോട്ടൽ 5 എണ്ണം അല്ലേ, 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടിട്ട് ഈ വാല്യൂവിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തു. അതാണ് ഈ കിടക്കുന്ന ഈ വാല്യൂ ആണ് എഴുതിയേക്കുന്നത്, അതിനെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ എന്താണ് അനദർ മെഷർ എന്നുള്ള പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത പോർഷനുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.